ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കോഴിക്ക് കൊടുക്കുന്നത് സ്പെഷ്യൽ ഫുഡാണ്. ഒരു സ്പെഷ്യൽ നല്ല സ്പെഷ്യലി അവർക്ക് ഇപ്പോൾ ചൂട് സമയത്ത് ഏറ്റവും ഗുണവും ഏറ്റവും പോഷകമായ ഒരു ഫുഡാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്ന മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശം കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം കേട്ടോ. ഇന്ന് കോഴികൾക്ക് നമുക്കൊരു സ്പെഷ്യൽ ഫുഡാണല്ലോ കൊടുക്കണമെന്ന് പറഞ്ഞല്ലോ. സ്പെഷ്യൽ ഫുഡ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലുള്ളൊരു ഫുഡ് നമുക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നമുക്ക് ക്ഷീണമില്ലാണ്ട് തളർച്ചയില്ലാണ്ടൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കോഴി നമുക്ക് വളർത്തിയെടുക്കാം. അതുപോലെ തന്നെ നല്ല കോഴി കുഞ്ഞുങ്ങളെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. അവർക്ക് ഒരു പോഷകങ്ങളും അതുപോലെ കാൽസ്യം അടങ്ങിയ ഫുഡും അതുപോലെ വൈറ്റമിൻ സി അടങ്ങിയ ഫുഡും ഒക്കെ ഇപ്പോൾ പ്രത്യേകം കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ചൂടായതുകൊണ്ട് തന്നെ അവർക്ക് ശരീരം അത്രയും ഹീറ്റാണ്. അവരുടെ ശരീരം തണുപ്പിക്കാനും നല്ല രീതിയിൽ പോഷകമടങ്ങിയ ഫുഡ് കൊടുക്കാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചൂട് സമയത്ത് കൊണ്ട് തന്നെ പലയിടത്തും ക്ഷീണിച്ചും തളർന്നും ഒക്കെ ഒരുപാട് കോഴികൾ നഷ്ടപ്പെടുന്ന സമയമാണ് ഇപ്പം നമുക്ക് വരുന്ന കോളുകളാണെങ്കിൽ പോലും പലരും പറയാണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ച് 40 കോഴി ഉണ്ടായിരുന്നു വേണം, പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് അയാൾക്ക് നഷ്ടപ്പെട്ടത് 10 കോഴീനെയാണ്. അത് ഓരോ അസുഖങ്ങൾ കൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ അതുപോലെ നമുക്കൊന്നും നഷ്ടപ്പെടരുതല്ലോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ അവരുടെ ഫുഡ് കാര്യത്തിൽ ഒരുപാട് ശ്രദ്ധിക്കേണ്ട ആവശ്യമാണ്. അപ്പോൾ അതാ ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഫ്രൂട്ട്സ് കാണുമ്പോൾ എന്തോ ഇതെല്ലാം കോഴിക്ക് കൊടുക്കാനാണോ എന്ന് കരുതണ്ട. ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി നമുക്കൊരു നല്ലൊരു ഫുഡ് കോഴിക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ ആദ്യം ഞാൻ എടുത്തത് ഷമാമാണ്. അപ്പോൾ നോമ്പായതുകൊണ്ട് തന്നെ സന്ധ്യക്ക് ജ്യൂസ് അടിക്കാൻ ഏറ്റവും മെയിനായിട്ടുള്ള എടുക്കുന്ന ഷമാമാണ്. അപ്പോൾ ഷമാമിൻ്റെത് നമുക്ക് അതേ കുരുവും അതിൻ്റെ ഉള്ളിലെ കുരു കളയുമ്പോഴത്തേണ്ടല്ലോ നല്ല ജ്യൂസിയായ ഒരു ഇതാണ് കുരുവിൻ്റെ ഒപ്പം നമുക്ക് പോണത്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ചെറിയൊരു ഭാഗം മാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കോഴിക്ക് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഷമാമ് മാത്രമാണ് കൊടുക്കണത് നിങ്ങൾ കരുതണ്ട. അതിൻ്റെ കൂടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചേർക്കുന്നുണ്ട്. പിന്നെ ഈ ഫ്രൂട്ട്സ് മാത്രമല്ല, അതിൻ്റെ കൂടെ കുറച്ച് ഐറ്റംസും വേറെ ഒരു ഇത് ഫുഡും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഫ്രൂട്ട്സിന് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രം നിങ്ങൾക്ക് എല്ലാം കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടേക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഷമാമ് ഒരു കഷ്ണം ചെറിയൊരു പീസ് എടുത്തിട്ട് ഇപ്പം നമുക്ക് എല്ലാവരും ഇപ്പോൾ ഇത്രയും വില കൂടിയ സാധനമൊക്കെ വാങ്ങിച്ച് എന്തിനാണ് കോഴി കൊടുക്കണമെന്ന ആവശ്യം നിങ്ങൾക്ക് പലർക്കും ചിലപ്പോൾ തോന്നിയേക്കാം. അങ്ങനെ തോന്നേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇപ്പോൾ നമ്മൾ കോഴിത്തീറ്റ വാങ്ങിക്കണതും 10, 40, 50 രൂപക്ക് ഒരു കിലോ വാങ്ങിച്ച് കോഴിക്ക് കൊടുക്കുന്നില്ലേ. അപ്പോൾ നമുക്കൊരു ഫ്രൂട്ട്സ് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു കഷ്ണം കൊടുത്തെന്ന് പറഞ്ഞ് യാതൊരു പ്രോബ്ലവും ഇല്ല. ഇനിയിപ്പോൾ ആ ഫുള്ളായിട്ടല്ല എടുത്ത് ഒരു കാൽഭാഗം പോലും ഞാൻ എടുത്തില്ല. ഒരു കുറച്ച് ഭാഗം എടുത്ത് ഇത് തണ്ണിക്ക യെല്ലോ തണ്ണിക്ക ഇല്ലേ, തണ്ണിമത്തം വത്തക്ക എന്നൊക്കെ പറയൂലേ, അത് തന്നെയാണ്. അതപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം ഉണ്ടായ കൊച്ചൊക്കെ എടുത്തിട്ട് ബാക്കി ഇട്ടേച്ചതായിരുന്നു. അവനിങ്ങനെ കുഞ്ഞു മക്കളുള്ളപ്പോൾ അറിയാമല്ലോ, ഓരോ വീട്ടിലും കുഞ്ഞുമക്കൾക്ക് കൊടുക്കണത് മുഴുവൻ വേസ്റ്റാക്കിയും പകുതി നമുക്ക് പിന്നെ ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ കുഞ്ഞുമക്കളാക്കും. അപ്പോൾ അങ്ങനെയുള്ള ഇതൊക്കെ എടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ പേരക്കയാണ്. അപ്പോൾ 2 തരം പേരക്ക നമ്മുടെ വീട്ടിലുണ്ട്. അപ്പോൾ അതിലും കേടായൊക്കെ കിടന്ന് വെച്ചാൽ പേരക്കയാണ്. അപ്പോൾ പേരക്ക അതും ഞാനത് എടുത്തിട്ടുണ്ട്. അപ്പോൾ റെഡ് പേരക്കയും വൈറ്റ് പേരക്കയും നമ്മളിലുണ്ട്. അപ്പോൾ അതിൻ്റെ 2ൻ്റെയും ഓരോ പേരക്ക നല്ലപോലെ പഴുത്ത് അത് കേടായിരുന്നു. അപ്പോൾ അതും എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് 2 ഏത്തപ്പഴം ഇതുപോലെ ഇരുന്ന് ഫ്രിഡ്ജിൽ വെച്ച്, അപ്പോൾ ചീത്തയിൽ പോവാതിരിക്കാൻ ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു. പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ലാസ്റ്റ് ഉണ്ടായത് 2 പഴവും അതും വളരെ ഇതായിട്ട് ഞാൻ എടുത്ത് വെച്ചതാണ്. പിന്നെ കുഞ്ഞു മോനെടുത്ത് മാറ്റി ഇടുന്ന പഴം ഇങ്ങനെ, അത് പിന്നെ നോമ്പായതുകൊണ്ട് നമുക്ക് കഴിക്കാൻ പറ്റില്ല, മാറ്റിയിടുമ്പോൾ പിന്നെ ചീത്തയും. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ചാമ്പങ്ങ, ഇതും നമ്മുടെ വീട്ടിലുള്ള ചാമ്പങ്ങയാണ്. നമുക്ക് വീട്ടിൽ 3 ടൈപ്പ് ചാമ്പങ്ങയുണ്ട്. ഇപ്പോൾ ചാമ്പങ്ങാൻ്റെ വളരെ സീസണാണ്. അതായത് കൊണ്ട് ഇഷ്ടം പോലെ എല്ലാവരും ചാമ്പങ്ങയുണ്ട്. അപ്പോൾ ചാമ്പങ്ങ എന്ന് പറയുന്നത് വെള്ളം കണ്ടന്റ് അടങ്ങിയ നല്ലൊരു ഫ്രൂട്ട്സാണ്. അപ്പോൾ അതും ഇതെടുക്കുക. ഇത് നമ്മുടെ വീട്ടിലുണ്ടായ ഓറഞ്ചാണ് കേട്ടോ. പക്ഷെ അതിനകത്ത് ഒട്ടും വെള്ളമില്ല. അപ്പം ഞാനിതെല്ലാം കൂടി മാക്സിമം നീരൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് നമ്മളെല്ലാം കൂടി മിക്സ് ചെയ്യുവാണ്. അപ്പം അത്യാവശ്യം നമുക്ക് വീട്ടിൽ ഉള്ള ഫ്രൂട്ട്സ്, അതായത് ഞാൻ എല്ലാം നല്ല ഫ്രൂട്ട്സ് എല്ലാം എടുത്തെങ്കിൽ നമ്മൾ മാറ്റുന്നതും കളയുന്നതുമായ ഫ്രൂട്ട്സാണിത്. അതെല്ലാം ആയിട്ട് നന്നായിട്ട് ചെറിയ പീസാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറിയ പീസാക്കി തന്നെ അരിയണം, എന്നാലേ അല്ലെങ്കിൽ കോഴികൾ കൊത്തിപ്പറിച്ച് അത് കളയും. അപ്പോൾ അതുപോലെ ഞാൻ കോഴിക്കോട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ അങ്ങോട്ട് ഫുള്ളാക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പകുതിയും കളയും. അപ്പം ഞാൻ അതിലേക്ക് ലെയർ മാഷ് എടുത്ത് 1 കപ്പ് ലെയർ മാഷും കൂടി ചേർത്ത് കൊടുക്കുവാണ്. സാധാരണ വൈകുന്നേരം ഒരു 3 കപ്പ് ലെയർ മാഷൊക്കെയാണ് നമുക്ക് കൊടുക്കേണ്ടി വരിക. ഇപ്പം ഞാൻ 1 കപ്പ് ഇതിൻ്റെതൊക്കെ എടുത്തിട്ടുള്ളൂ. ഈ ഫ്രൂട്ട്സുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം
നമുക്കിത് കോഴികൾക്ക് വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും അവർക്ക് ഒന്നുപോലും ഒരു പീസ് പോലും കളയാതെ അവർ ഫുള്ളായിട്ട്, ഇപ്പോൾ ലെയർ മാഷ് തന്നെ വേണമെന്നില്ല, നിങ്ങൾ കോഴിക്ക് കൊടുക്കുന്ന കോഴിക്ക് ഇഷ്ടപ്പെട്ട എന്ത് ഫുഡാണോ അത് നിങ്ങൾ കൊടുക്കുക കേട്ടോ. അപ്പോൾ അതേ കണ്ട ഭയങ്കര ഇടി വെച്ചാണ് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തു, അവരൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഇതാ ഞാൻ ഈ പാത്രത്തിൽ തന്നെ കോഴിക്കുള്ള പാത്രത്തിൽ തന്നെ ഇവിടെ വെച്ച് കൊടുക്കുകയാണ്. ഒരു എണ്ണത്തിൽ മാത്രം കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും കഴിക്കാൻ കിട്ടില്ല, അവരാകെ ഇടിവെക്കലായിരിക്കും. അപ്പോൾ ഇതാ ഞാൻ ഒരു പാത്രം കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പകുതി പേര് രണ്ട് സെക്ഷനായിട്ട് തിരിഞ്ഞിട്ട് രണ്ടുപേരും കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ നമുക്ക് പൊതുവേ ഫ്രൂട്ട്സ് ഉണ്ടാകുന്ന സമയത്താണല്ലേ, പേരക്ക, എല്ലാ വീട്ടിലും മരത്തിൽ പേരക്ക, പപ്പായ, അതുപോലെ തന്നെ ചാമ്പങ്ങ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, മാങ്ങ ഒക്കെ ഇഷ്ടം പോലെ എല്ലാ വീട്ടിലും, ഒട്ടുമിക്ക എല്ലാ വീടുകളിലും ഫ്രൂട്ട്സൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ കാക്കവത്തിയും ഇതൊക്കെ പോകുന്ന ഫ്രൂട്ട്സൊക്കെ ഒരുപാടുണ്ടല്ലോ. അങ്ങനെയുള്ള ഫ്രൂട്ട്സൊക്കെ നിങ്ങൾ ഇതുപോലെ എടുത്ത് അരിഞ്ഞ് ചെറിയ ചെറിയ പീസായിട്ടൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുക. അരിഞ്ഞെടുത്തിട്ട് നമുക്ക് കൊടുക്കുന്ന ഫുഡിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ വെറുതെ കൊണ്ട് ചിലപ്പോൾ കൂട്ടിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരതുപോലെ കൊത്തി തിന്നണമെന്നില്ല. അവർ ചിലപ്പോൾ 1-2 കൊത്തൊക്കെ കഴിഞ്ഞിട്ട് അത് മാറ്റി കളയുന്നതിരിക്കും. അപ്പോൾ അവർ ഫുള്ളായിട്ട് കഴിക്കത്തൂല. ഇപ്പോൾ ഈ ചാമ്പക്കായൊക്കെ ഇഷ്ടം പോലെ എന്ന് വെച്ചാൽ മരം നിറച്ചുണ്ടാകുന്ന സമയമാണ്. അതും ഒരുപാട് ഇങ്ങനെ വെറുതെ വീണ് പോയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ അരിഞ്ഞു കോഴി കുടിക്കാൻ അവർക്ക് നല്ലത്. ഇപ്പം നമുക്കാണെങ്കിലും ചാമ്പങ്ങ അത് ജ്യൂസ് അടിച്ച് കുടിക്കുവാണെങ്കിൽ വളരെ നല്ലതാണ്. അതുപോലെ തന്നെയാണ് കോഴികൾക്കും. അപ്പോൾ അവർക്കും ഈ ചൂട് സമയത്ത് വെള്ളം കണ്ടന്റ് അടങ്ങിയ ഫ്രൂട്ട്സ് വളരെ നല്ലതാണ് അവർക്ക്. നമുക്ക് ഇപ്പോൾ ഫ്രൂട്ട്സ് നമുക്ക് മേടിച്ച് അങ്ങനെ കൊടുക്കാൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ തൊട്ടടുത്തൊക്കെയുള്ള ഫ്രൂട്ട്സ് കടയൊക്കെ ഉണ്ടാവുമല്ലോ, പലചരക്ക് കടയിൽ ഫ്രൂട്ട്സൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടു പോണ ഫ്രൂട്ട്സ് ഉണ്ട്, കേടാകണ ഫ്രൂട്ട്സ് അവർ കളയാണ് ചെയ്യണത്. അങ്ങനെ കളയാതെ അവരോട് ചെന്ന് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വെച്ചേക്കോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് കടക്കാരും മാറ്റി വെക്കും. അങ്ങനെ മാറ്റി വെക്കുന്ന ഫ്രൂട്ട്സ് കൊണ്ടുവന്നിട്ട് നമുക്ക് ഇതുപോലെ കുനുകുനായിട്ട് അരിഞ്ഞു കൊടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് ചെറിയ പീസായിട്ട് അരിഞ്ഞു കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇതിൽ ഓറഞ്ചും മുസമ്പിയൊക്കെ ആണെങ്കിൽ അത് തൊണ്ട് കളഞ്ഞിട്ട് അരിഞ്ഞ് അതിൻ്റെ ഇത് മാത്രം അല്ലി മാത്രം ഇട്ട് കൊടുക്കണമായിരിക്കും നല്ലത്. തൊണ്ടൊക്കെ കട്ടി കൂടിയ സാധനം ഇതുകൊണ്ട് തന്നെ ചിലപ്പം അവർക്ക് കഴിക്കാൻ പറ്റില്ല, അവരുടെ തൊണ്ടൊക്കെ ഒക്കെ ചെയ്യും. തൊണ്ട് സാധാരണ മിക്സിയിലൊക്കെ അടിച്ചൊക്കെ ഇട്ട് കൊടുക്കുക, അതിൻ്റെ ജ്യൂസൊക്കെ വെള്ളം കൊടുക്കാറുണ്ട്. ഓറഞ്ച് മുസമ്പിയൊക്കെ വളരെ നല്ലതാണ് ഈ ചൂട് സമയത്ത് കോഴിക്കൊക്കെ. അതുകൊണ്ടൊക്കെ അതൊക്കെ ഉള്ളവർ ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്. ഇപ്പോൾ ഓറഞ്ചിൻ്റെയും നാരങ്ങ അങ്ങനെയുള്ള സാധനങ്ങൾക്ക് വൈറ്റമിൻ സി അടങ്ങിയ ഫുഡ് ഇതാണ്. അതുകൊണ്ട് നമുക്ക് കോഴികൾക്ക് സ്ട്രെസ് കുറയാനും ഒരുപാട് ഉപകാരപ്പെടുന്നൊരു ഫ്രൂട്ട്സും കൂടിയാണ്. ഇപ്പം നമ്മൾക്ക് എന്ത് കഴിക്കുന്നു, ശരീരത്തിൽ എന്തൊക്കെ നല്ലതാണോ അതുപോലെ തന്നെയാണ് കോഴികൾക്കും. അവർക്കും നമ്മൾ കഴിക്കുന്ന ഫുഡ് ഏറ്റവും നല്ല രീതിയിൽ അവർക്കും കൊടുക്കുകയാണെങ്കിൽ അവരും ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കും. നമ്മൾ എന്തിനാണ് ഫ്രൂട്ട്സ് കഴിക്കുന്നത്? നമുക്ക് ഹെൽത്തി ആയിട്ട് നമുക്ക് ഒരു ശരീരത്തിന് ഉന്മേഷവും അതുപോലെ പോഷകങ്ങൾ കിട്ടാനും വൈറ്റമിൻ കിട്ടാനും വേണ്ടിയൊക്കെ തന്നെയല്ലേ നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കണം. അതുപോലെ തന്നെയാണ് നമുക്ക് നമ്മുടെ കോഴികൾക്കും താറാവിനും ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് എന്ത് കൊടുത്താലും കൂടെ നമുക്ക് വെള്ളം കൂടി വെച്ച് കൊടുക്കുക. വെള്ളം എന്താ അവർ കുറച്ച് പേരൊക്കെ താറാവ് കൂടെ ഒന്ന് വെള്ളം കുടിക്കുന്നുണ്ട്. ബാക്കി കോഴികളൊക്കെ നല്ല ഫുഡ് അത് തീർക്കാനുള്ള എത്രയും വേട്ടം തീർക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലേക്കാണ്. അവരത് കംപ്ലീറ്റ് തിന്നായിട്ടുണ്ടായിരുന്നു, ഒരെണ്ണം പോലും വേസ്റ്റ് കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. രണ്ടിലും വേഗം കഴിച്ചപ്പോൾ ഒരു പാത്രത്തിൽ വേഗം തീരാറായി. അടുത്തതിലും അവർ ഫുള്ള് കഴിച്ചിട്ടുണ്ടായിരുന്നു, ഒന്നുപോലും വേസ്റ്റ് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ഇതുപോലുള്ള ഫുഡൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഫുഡിൻ്റെ ചിലവ് കുറക്കാനും പറ്റും, അതുപോലെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുക്കാനും പറ്റും. ഫുഡ് നമ്മൾ എത്രയും ചിലവ് കുറച്ച് കൊടുക്കുക എന്നുള്ളത് നമുക്ക് അത്രയും ചിലവ് ഇതാവും അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് അരിയൊക്കെ വാങ്ങിച്ച് കൊടുക്കണേക്കാളും നല്ലതല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇപ്പം ഞങ്ങൾക്ക് ഫ്രൂട്ട്സ് എല്ലാവർക്കും കാശ് കൊടുത്ത് വാങ്ങിച്ച് ഇത് കോഴി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്ന് ചിന്തിക്കണ്ട. നമുക്ക് ഫ്രഷ് ഫ്രൂട്ട്സ് ഞാൻ പറഞ്ഞില്ല, കൊടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നമ്മുടെ വീട്ടിൽ ബാക്കി വരുന്ന ഫ്രൂട്ട്സ് ഇതൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ കൊടുക്കാം. തണ്ണിക്ക അല്ലെങ്കിൽ വത്തക്കാൻ്റെയൊക്കെ തൊണ്ടൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെയാണെങ്കിലും നമുക്കിതുപോലെ ഒന്ന് അവർക്ക് കൊടുക്കുവാണെങ്കിൽ അവർ കൊത്തി കഴിച്ചോളും. ഓറഞ്ചിൻ്റെ നാരങ്ങാൻ്റെയൊക്കെ തൊണ്ട് ഒന്ന് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം കൊടുത്താലും കോഴികൾക്ക് നല്ലതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫ്രഷ് ഫ്രൂട്ട്സ് തന്നെ വാങ്ങിച്ച് കൊടുക്കണമെന്നൊരു ഇതും പറയുന്നില്ല. പിന്നെ നമ്മുടെ വീട്ടിലുള്ളതും പറമ്പിലൊക്കെ വീണും പോകുന്ന ഫ്രൂട്ട്സൊക്കെ ഉണ്ടല്ലോ, ഈ പറഞ്ഞ പോലെ ചാമ്പങ്ങ, പേരക്ക, മാങ്ങാൻ്റെ സീസണായി മാങ്ങ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ പറമ്പിലൊക്കെ വീണും വെറുതെ നഷ്ടപ്പെട്ടു പോകുന്നതാണ്. അപ്പോൾ അതൊക്കെ ഇതുപോലെ ചെറുതായിട്ടൊക്കെ കൊത്തി അരിഞ്ഞൊക്കെ
നമുക്ക് കൊടുക്കുന്ന ഫുഡിൻ്റെ കൂടെയൊക്കെ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇഷ്ടം പോലെ കഴിച്ചോളും. അവർക്കത് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും. അത് മാത്രമല്ല അവർക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കാനും, കാരണം അവരുടെ ശരീരത്തിൽ നല്ല കൂളിങ് കിട്ടുകയും ചെയ്യും. ഫ്രൂട്ട്സ് ചെല്ലുമ്പോൾ തന്നെ നമുക്കറിയാലോ, നമുക്കും തന്നെ ഒരു ഉന്മേഷം കിട്ടും. അതുപോലെ തന്നെയാണ് കോഴികൾക്കും അവർക്കൊരു പ്രത്യേക ഒരു ഉന്മേഷവും ഉത്സാഹവും ഒക്കെ കിട്ടും. അപ്പോൾ നമ്മളിതുപോലെ ഒരു ദിവസം ഒരു നേരമൊക്കെ പറ്റുന്നവർ കൊടുക്കുക, അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഒരു 2-3 ദിവസമൊക്കെ കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടില്ല പറഞ്ഞ ഇതുപോലെ ഫ്രൂട്ട്സ് കടയിൽ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുമെന്നേ. അപ്പോൾ നമുക്കൊന്ന് ചെന്ന് ചോദിച്ചു നോക്കാം. ജസ്റ്റ് ഒന്ന് ചോദിക്കാവുന്ന കാര്യമില്ല, അവരെന്തായാലും വേസ്റ്റായിട്ട് പുറത്ത് കളയുന്നവരായിരിക്കും. അപ്പോൾ അത് നമുക്ക് കളയാതെ നമുക്ക് തരാൻ വേണ്ടി ഒരു കിറ്റിലോ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരികയാണെങ്കിൽ അവർ നന്നായിട്ട് ഇത് കഴിച്ചോളും. പിന്നെ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്കും ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് മാത്രം കോഴികൾക്ക് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ തണ്ണിക്കായ്ക്ക ആണെങ്കിൽ തണ്ണിക്കായ്ക്ക ഒന്ന് മുറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ കൊത്തി കഴിച്ചോളും. പിന്നെ ചെറിയ ഇതായിട്ടുള്ള ഇതൊക്കെ മാത്രം ചെറുതായിട്ട് ഇതുപോലെ പീസായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക. ഇപ്പോൾ ലെയർ മാഷ് തന്നെ മിക്സ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കൊടുക്കുന്നത് എന്ത് ഫുഡാണ് എന്ന് വെച്ചാൽ അത് പെല്ലറ്റ് കൊടുക്കുന്നവർ പെല്ലറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ഗ്രോവറിൽ കൊടുക്കുന്നവർക്ക് ഗ്രോവറിൽ മിക്സ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ തവിട് കൊടുക്കുന്നവർക്ക് തവിടിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ എന്തിനു വേണമെങ്കിലും നമുക്കിതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ചോറ് അരിയൊക്കെ കൊടുക്കണമെങ്കിൽ ചോറിൻ്റെ അരിയൊക്കെ കൂടെ നമുക്കിതുപോലെ ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞ് അതും മിക്സ് ചെയ്ത് കൊടുക്കാം, ഒരു കുഴപ്പമില്ല. എങ്ങനെയാണെങ്കിലും നമുക്കിത് ഇങ്ങനെ കൊടുത്താലും കോഴികൾക്കത് ഒരുപാട് നല്ലതാണ്. അപ്പോൾ നമുക്ക് കൊടുക്കാം. അപ്പോൾ അത് ഇവിടെ മത്സരിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവരത് കംപ്ലീറ്റ് എല്ലാം കഴിക്കുന്നുണ്ട്. അവരത് ഒന്നുപോലും ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പിന്നത് നിർത്തി വീഡിയോ ഓഫാക്കി പോകുന്നതാണ്. കംപ്ലീറ്റ് എനിക്ക് ഒരുപാട് നേരം നിൽക്കാനുള്ള ടൈം ഇല്ലായിരുന്നുകൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പാത്രം കാലിയാവുന്ന ഞാൻ കാണിച്ചു തന്നേനെ. അപ്പോൾ അതുപോലെയൊക്കെ നിങ്ങൾ ചെയ്യുക അല്ലേ. നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോഴികളെ നമുക്ക് ഒന്നും നഷ്ടപ്പെടാതെ തന്നെ കിട്ടും. ഈ ചൂട് സമയമൊന്നും ഒരുപാട് പേർക്ക് കോഴികൾ നഷ്ടപ്പെടുന്നുണ്ട്. നമ്മളോടും ഇങ്ങനെ ഇപ്പം നമുക്ക് കോണ്ടാക്ട് നമ്പർ ഉള്ളത് കൊണ്ടാവും പലരും വിളിച്ചിട്ട് പല സംശയങ്ങളും ചോദിക്കാറുണ്ട്, കോഴികൾക്ക് വരുന്നത് ചോദിക്കാറുണ്ട്. അവർ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞ വളരെ സങ്കടമായിരിക്കും കേട്ടോ. എന്നുവെച്ചാൽ 40 കോഴി ഉണ്ടായിരുന്ന വ്യക്തിൻ്റെ ഒരു 10 കോഴിയൊക്കെ ചത്തു പോവാന്ന് പറയുമ്പോൾ അതൊക്കെ ഭയങ്കര സങ്കടമാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഒരു ദിവസം 1-2 ദിവസം ശ്രദ്ധിക്കാതെ വന്നാൽ മതി നമുക്ക് സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോകാൻ. അപ്പോൾ നമ്മളുടെ പരമാവധി കെയർ ചെയ്യുക. എന്നിട്ട് നമുക്ക് ഈ ഒരുപാട് മെഡിസിനും വാക്സിനൊക്കെ ചെയ്യണതിന് പകരം നമുക്ക് നമ്മുടേതായ വീട്ടിലുള്ള കാര്യങ്ങൾ കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ചിലവ് കുറച്ച് നമുക്ക് ഫുഡ് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ചിലവ് കുറച്ച് ഫുഡ് കൊടുത്താൽ മാത്രമേ നമുക്ക് കോഴികളെ വളർത്തുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ലാഭം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും കോഴികളെ വളർത്തുന്നത് അവർക്ക് ചിലർക്ക് അതിനോട് ഇഷ്ടം കൊണ്ടാവാം, ചിലർക്ക് ഫാഷൻ ആവാം, അല്ലെങ്കിൽ ചിലർക്ക് വരുമാനത്തിന് വേണ്ടിയാവാം. അങ്ങനെ പല രീതിയിലാണ് ഓരോരുത്തരും കോഴികളെ വളർത്തുന്നത്. അപ്പം നമുക്ക് വരുമാനമാണ്, നമുക്കതുപോലെ മാത്രമല്ല നമുക്കൊരു പാഷനും കൂടിയാണ്. അപ്പോൾ വരുമാനം മാത്രം ഉദ്ദേശിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതുപോലെ തന്നെ ചിലവ് കുറച്ച് ഫുഡ് തന്നെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അല്ലെങ്കിൽ നമുക്കിതൊന്നും മുതലാവാണ്ട് വരും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്.